മതപരിവർത്തനം ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ അധികവും ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് പരലോകം പ്രതീക്ഷിച്ചിട്ടല്ല, ഇഹലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇഹലോകത്തിന് വേണ്ടിയിട്ടാണ്, ഇവിടെ മനുഷ്യനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലാതെ പരലോകത്ത് നരകത്തെ പേടിച്ചിട്ടോ സ്വർഗത്തെ കാക്ഷിച്ചിട്ടോ ഒന്നുമല്ല. ഈ രാജ്യത്ത് മാന്യമായിട്ട് ജീവിക്കണം, ഇത്ര മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് നിഷേധിക്കുന്നു. എന്താ നിഷേധിക്കുന്നതിന്റെ കാരണം? നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങളെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ്. നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലാണ് വല്ലതും കിട്ടാൻ പോകുന്നത്. നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയൊരാളുണ്ടല്ലോ, MP ആണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ പറയാ, അടുത്ത ജന്മത്തില് ഒരു പൂണൂലിട്ടുള്ള ബ്രാഹ്മണനായിട്ട് ജനിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന്. വല്ലാത്തൊരാഗ്രഹമാണ്. സ്വാതന്ത്ര്യത്തിലും മനുഷ്യത്വത്തിലും ഒക്കെയുള്ള അമിതമായ വിശ്വാസം കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ കരുതി പോന്നിരുന്നു. ഈ ഫാഷിസം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ അധ്യായമാണ് എന്നും ഹിറ്റ്ലറും മുസോളിനിയും ഒന്നും ഇനി തിരിച്ചു വരികയില്ല എന്നും നമ്മൾ കരുതി പോന്നിരുന്നു. അടിമത്തം തിരിച്ചു വരികയില്ല, ദാരിദ്ര്യം തിരിച്ചു വരികയില്ല, നിരക്ഷരത തിരിച്ചു വരികയില്ല. ഇതൊക്കെ നമ്മുടെ അന്ധവിശ്വാസങ്ങളായിരുന്നു. വിശുദ്ധ ഖുർആനിലുണ്ട് അവസ്ഥകൾ മാറി മാറി വരുമെന്ന്. ചരിത്രത്തിൽ ഉണ്ട് നാഗരികതകളുടെ ഉത്ഥാന പതനങ്ങൾ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ കാലത്തിലും ലോകത്തിലും ഭരണകൂടങ്ങളിലും ഭരണഘടനകളിലും ഒക്കെയുള്ള അമിതമായ വിശ്വാസം കൊണ്ടും അതുണ്ടാക്കിയ ആത്മവിശ്വാസം കൊണ്ടും നമ്മൾ ധരിച്ചു വച്ചിരുന്നു, ഇവിടെ ഇനി കൂട്ടക്കൊലകൾ ഉണ്ടാവില്ല, മർദ്ദനങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടാവില്ല, നിരപരാധികൾ ആക്രമിക്കപ്പെടുകയില്ല. ഇനി വല്ലപ്പോഴും അങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ തന്നെ അക്രമികൾക്ക് വളരെ സുരക്ഷിതമായിട്ട് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവർക്കെതിരെ ലോകം, മനുഷ്യര് ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് നമ്മൾ കരുതി പോന്നിരുന്നു. ആ ധാരണകളെല്ലാം തെറ്റാണ് എന്നാണ് ഏതാനും വർഷങ്ങളായി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഫാഷിസത്തിനെതിരെയുള്ള ക്യാമ്പയിനും പരിപാടികളും പ്രസംഗത്തിന്റെയും പ്രചരണത്തിന്റെയും വിഷയമല്ല എന്നാണ്. സംതിങ് വി ക്യാൻ ഡു, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ മോശമായ അർത്ഥത്തിലല്ല, നല്ല അർത്ഥത്തിൽ തന്നെയാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് മനുഷ്യ നന്മയെ ഉണർത്തി മനുഷ്യന്റെ നീതിബോധത്തെ തട്ടിത്തലോടി ഉണർത്തി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ആ പ്രവൃത്തികൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത് എന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സോളിഡാരിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ക്യാമ്പയിനിന്റെ സ്വഭാവം പരിശോധിച്ചാൽ, അജണ്ടകൾ പരിശോധിച്ചാൽ, പ്രവർത്തനോന്മുഖമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് അത്, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് അത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ ആമുഖത്തിൽ നിങ്ങളോട് പറഞ്ഞ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന കാര്യങ്ങൾ, അതിൽ ഞാൻ എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്.
അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. അമേരിക്കയിലെ മീഡിയകളും അങ്ങനെ കരുതിയിരുന്നില്ല. ലോകത്ത് ഒരുവിധം ആളുകളൊന്നും ട്രംപിനെ പോലെയുള്ള ഭ്രാന്തൻ, സിവിലൈസ്ഡ് ആണ് ഞങ്ങൾ എന്ന്, ലോകത്തെ ദ മോസ്റ്റ് സിവിലൈസ്ഡ് കൺട്രി എന്ന് സ്വയം അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്ന ഒരു രാജ്യത്തെ ജനങ്ങളുടെ വോട്ട് നേടിക്കൊണ്ട് ട്രംപിനെ പോലെയുള്ള ഒരു ആൾ അധികാരത്തിൽ വരും എന്ന് കരുതിയിരുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. ട്രംപ് അധികാരത്തിൽ വന്നു. ആ പ്രചരണ ക്യാമ്പയിൻ, ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ട്രംപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. കുറെ ആളുകൾ അതിനെ അവഗണിച്ചു തള്ളുകയായിരുന്നു. ഭ്രാന്തൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്, കിറുക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അധികാരത്തിൽ അദ്ദേഹം വന്നപ്പോൾ എന്താണ് യാഥാർത്ഥ്യമായത്? ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള, ലോകത്തിന്റെ ലീഡർഷിപ്പിൽ ഉള്ള രാജ്യത്തിന്റെ ലീഡർ ഒരു ഭ്രാന്തനാണ്, ഒരു കിറുക്കനാണ്, ഒരു അക്രമിയാണ്, ഒരു അവിവേകിയാണ് എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ BJP അധികാരത്തിൽ വരില്ല എന്നൊന്നും നമ്മൾ കരുതിയിരുന്നില്ല. BJP അധികാരത്തിൽ വരാം. കാരണം BJPക്ക് അധികാരത്തിൽ വരാനുള്ള എല്ലാ വഴികളും പ്രതിപക്ഷത്തെ മഹാകക്ഷികളെല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസും ഇടതുപക്ഷവും മുലായം സിംഗും മായാവതിയും മമതാ ബാനർജിയും എല്ലാവരും പരസ്പരം മത്സരിച്ച് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് BJP അധികാരത്തിൽ വരില്ല എന്നൊന്നും ആരും കരുതിയിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും എന്ന് അധിക പേരും കരുതിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിശേഷിച്ച് BJPയിൽ വളരെ സീനിയർ നേതാക്കന്മാർ ഉണ്ടായിരിക്കും. അനേകം സീനിയർ നേതാക്കന്മാരെ അരികിലാക്കിക്കൊണ്ട് വഴിഞ്ഞു മാറ്റിക്കൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് വന്നത്. നരേന്ദ്രമോദി മുന്നോട്ട് വന്നതല്ല, നരേന്ദ്രമോദിയെ മുന്നോട്ട് എടുത്തെറിഞ്ഞതാണ് നാഗപ്പൂരിൽ നിന്ന്. നാഗപ്പൂരാണ് ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാനം. ഇന്ത്യയുടെ തലയും തലസ്ഥാനവും നാഗപ്പൂരാണ്. നാഗപ്പൂരിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നാഗപ്പൂർ ഒരു നിഗൂഢമായിട്ടുള്ള തലസ്ഥാനമാണ്. വലിയ പ്രകടനങ്ങളില്ല, ആഘോഷങ്ങളില്ല, മുദ്രാവാക്യങ്ങളില്ല. അവർ പ്രവർത്തിക്കുകയാണ്, ചെയ്യുകയാണ്, ചിന്തിക്കുകയാണ്, ചെയ്യുകയാണ്. സംസാരിക്കാനും ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും ബോധവൽക്കരണം നടത്താനും ഒന്നും അവർക്ക് നേരല്ല. അവർക്കതില്ല വിശ്വാസവും ഇല്ല. പബ്ലിസിറ്റിയില്, പ്രൊപ്പഗാണ്ടയില്, ക്യാമ്പയിനിൽ അവർ വിശ്വസിക്കുന്നില്ല. അവരുദ്ദേശിക്കുന്നത് ചെയ്യുക എന്നതാണ് അവരുടെ രീതി. അതാണ് ഈ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. ഈ പ്രധാനമന്ത്രി ജനങ്ങളോട് മാസാന്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പല പല കാര്യങ്ങൾ, അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ. ഈ രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് കരുതുന്ന കാര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കൂല. GST പ്രധാനമന്ത്രിയുടെ വിഷയമല്ല. ഡിമോണിറ്റൈസേഷൻ പ്രധാനമന്ത്രിയുടെ വിഷയമല്ല. ഗൗരി ലങ്കേഷ്, പൻസാരെ, ജസ്റ്റിസ് ലിയോ, അങ്ങനെയുള്ള വലിയ വലിയ ആളുകളുടെ മരണം പ്രധാനമന്ത്രിയുടെ വിഷയമല്ല. അദ്ദേഹത്തിന്റെ തന്നെ ഒരു മന്ത്രി ഈ രാജ്യത്തിന്റെ ഭരണഘടന, അതിന്റെ അടിസ്ഥാന ശില തന്നെ ഞങ്ങൾ മാറ്റി മറിക്കും, മതേതരത്വം ഭരണഘടനയിൽ നിന്ന് മാറ്റും എന്ന് പറഞ്ഞപ്പോൾ
പാർലമെന്റ് ഒന്നാകെ ഇളകി മറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിക്ക് അതൊരു വിഷയമല്ല. അദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. 10 ലക്ഷം രൂപയുടെ കോട്ടിട്ട് നമ്മുടെ രാജ്യത്തെ റോഡുകൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഈ രാജ്യത്ത് വീടില്ലാത്ത കോടാനുകോടി ആളുകൾ, ഈ രാജ്യത്ത് മലമൂത്ര വിസർജനം നടത്താൻ സ്വന്തമായി സ്ഥലമില്ലാത്ത, ഇടമില്ലാത്ത, സൗകര്യമില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വിഷയമല്ല. 2000-ലധികം ആളുകൾ നിർദ്ദയം കൊല ചെയ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഒരാളാണ് നരേന്ദ്രമോദി. കൊലയാളി എന്ന അദ്ദേഹത്തെ ലോകത്ത് എല്ലാ ആളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അമേരിക്ക അദ്ദേഹത്തിന് വിസ നിഷേധിക്കുക വരെ ചെയ്തു അക്കാലത്ത്. പക്ഷേ അദ്ദേഹത്തിന് അന്നുണ്ടായിട്ടുള്ള ജാള്യതകളെ മറികടന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് വളരാനുള്ള കൗശലങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മാത്രമല്ല, അദ്ദേഹത്തെ ആ കൗശലങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുണ്ടായിരുന്നു. ഒരു വലിയ ലക്ഷ്യത്തിന്റെ നിയോഗമാണ് നിയുക്ത സൈന്യാധിപനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു വലിയ ഒരു സന്ദേശം ഈ രാജ്യത്തിന് നൽകിക്കൊണ്ട് പാർട്ടിയുടെ അമരത്ത് അമിത്ഷാ പോലെയുള്ള ഒരാളെയും വെച്ചുകൊടുത്തിരിക്കുന്നു. അമിത്ഷാ ബിജെപിയുടെ പ്രസിഡന്റാകുമെന്ന്, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് നമ്മുടെ സാധാരണ രീതിയിലുള്ള ധാരണകൾ പ്രകാരം നമ്മളാരും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ സെലക്ഷൻ അല്ല, ബിജെപി എന്ന പാർട്ടിയുടെ മെമ്പർമാരുടെ സെലക്ഷൻ അല്ല, ഇത് നാഗപ്പൂരിന്റെ സെലക്ഷൻ ആണ് എന്ന് കരുതിക്കൂട്ടിയുള്ള കുറെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാഗപ്പൂർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. മുമ്പും അവർക്ക് ഭരണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഭരണം കിട്ടിയത് കളഞ്ഞു കുളിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കിട്ടിയ ഭരണം കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർക്കുക എന്നതാണ് അവരുടെ തീരുമാനം. അങ്ങനെയാണ് ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്, പാർലമെന്റിനെ നോക്കിക്കുത്തിയാക്കിക്കൊണ്ട്, സ്വന്തം മന്ത്രിസഭയെ വരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തെ നയിക്കുന്ന നാഗപ്പൂർ ലോബിയും ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും അതിനെ ചോദ്യം ചെയ്യുക സാധ്യമല്ല. ചോദ്യം ചെയ്തിട്ട് കാര്യവുമില്ല. ഏകാധിപത്യത്തിന്റെ ലക്ഷണങ്ങൾ ഈ ഭരണകൂടത്തിനുണ്ട്. സർവാധിപത്യത്തിന്റെ ലക്ഷണങ്ങൾ ഈ ഭരണകൂടത്തിനുണ്ട്. തീവ്ര വംശീയതയുടെയും തീവ്ര ദേശീയതയുടെയും ലക്ഷണങ്ങൾ ഈ ഭരണകൂടത്തിനുണ്ട്. അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള, ലോകചരിത്രത്തിൽ കടന്നുപോയിട്ടുള്ള മുഴുവൻ ഭരണാധികാരികളുടെയും ഗുണവിശേഷങ്ങളോടുകൂടിയാണ് ഈ പ്രധാനമന്ത്രി ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ പഴയതുപോലെ എതിർപ്പുകളില്ലാത്തത്? എന്തേ ഇവിടുത്തെ മീഡിയ ഇതൊന്നും കാണാതെ പോകുന്നത്? 2 ശക്തന്മാരുടെ പിന്തുണയോടുകൂടിയിട്ടാണ് ഈ ഭരണകൂടം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇന്ത്യയിലെ മീഡിയയുടെ പിന്തുണയാണ്, വാർത്താമാധ്യമങ്ങളുടെ പിന്തുണയാണ്. രണ്ടാമത്തേത് ഇന്ത്യയിലെ മുതലാളിമാരുടെ പിന്തുണയാണ്, കോർപ്പറേറ്റുകളുടെ പിന്തുണയാണ്. അംബാനികളുടെ, ടാറ്റയുടെ, ബിർളയുടെ, അതുപോലെയുള്ള വൻകിട സമ്പന്ന കോർപ്പറേറ്റുകളുടെ പിന്തുണയാണ്. സകലമാന വാർത്താമാധ്യമങ്ങളുടെയും പിന്തുണയാണ്. ഈ വാർത്താമാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയുന്നത് അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്ന, നിങ്ങൾ പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന വാർത്തകളൊന്നും നാളത്തെ പത്രത്തിൽ ഒരു വാർത്തയായിട്ട് വരുന്നില്ല. ക്രൂരമായ കൊലപാതകങ്ങൾ,
വളരെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റങ്ങൾ. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എംപിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ സഭ്യേതരമായിട്ടുള്ള വർത്തമാനങ്ങൾ, സെക്ടേറിയനായിട്ടുള്ള വർത്തമാനങ്ങൾ, വംശീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള വർത്തമാനങ്ങൾ, അതൊന്നും നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലും ഇടം പിടിക്കുന്നില്ല. ഒരു ദിവസം പോലും പാർലമെന്റിലിരിക്കാൻ അർഹതയില്ലാത്ത തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്ന എംപിമാര്, ഒരു ദിവസം പോലും മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹതയില്ലാത്ത തരത്തിലുള്ള വർത്തമാനങ്ങൾ, അപകടകരമായിട്ടുള്ള വർത്തമാനങ്ങൾ നടത്തുന്ന മന്ത്രിമാര്, അവരൊക്കെ ഇവിടെ തുടരുകയാണ്, വളരുകയാണ്, പ്രമോഷന് വിധേയമാവുകയാണ്. അതിന് കാരണം ഇവിടെ ഒരു ഒച്ചപ്പാടും ഉണ്ടാകുന്നില്ല, ആർക്കും അതൊരു വിഷയമല്ല എന്നതാണ്. കാരണം ശക്തമായിട്ടുള്ള പിന്തുണ വാർത്താ മാധ്യമങ്ങളുടെയും കോർപ്പറേറ്റുകളുടെയും ഇവർക്കുണ്ട് എന്നതാണ്. അത് ലോകത്തിന്റെ ഒരു പൊതു സവിശേഷതയായിരുന്നു. ഹിറ്റ്ലർ ഭരിച്ചിരുന്ന കാലത്ത്, മുസോളിനി ഭരിച്ചിരുന്ന കാലത്ത് അവർ പരാജയപ്പെടുന്നത് വരെ അവരെ ചോദ്യം ചെയ്യുന്ന വാർത്താ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല, അവരെ ചോദ്യം ചെയ്യുന്ന എഴുത്തുകാരുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പേര്. അവർക്കൊക്കെ ഇവിടെ കൽബുർഗി പോലെയുള്ള ആളുകൾക്ക് എന്താണോ സംഭവിച്ചത് അതുപോലെയുള്ളത് സംഭവിച്ചിട്ടുണ്ട്. സംഭവിക്കാതെ രക്ഷപ്പെട്ടവരൊക്കെ ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോയിട്ടുള്ള ആളുകളായിരുന്നു, വിദേശത്തുള്ള ആളുകളായിരുന്നു. ഹിറ്റ്ലറാകുന്നത് ഹിറ്റ്ലർ മരിച്ചതിന് ശേഷമാണ്. മുസോളിനി ക്രൂരനാകുന്നത് മുസോളിനി മരണപ്പെട്ടതിന് ശേഷമാണ്. ജോസഫ് സ്റ്റാലിൻ ഒരു സ്വച്ഛാധിപതിയായിട്ടുള്ള, സർവാധിപതിയായിട്ടുള്ള ഭരണാധികാരിയാകുന്നത് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ്. അതാണ് ഈ രാജ്യത്തും ഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ ഗുജറാത്തിൽ നരമേധം നടത്തിയിട്ടുള്ള, എത്നിക് ക്ലീൻസിംഗ് നടത്തിയിട്ടുള്ള, വംശീയ ശുദ്ധീകരണം നടത്തിയിട്ടുള്ള ഒരു ജനവിഭാഗത്തെ അറുകൊല ചെയ്ത് അരികിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ കാലത്ത് 21ാം നൂറ്റാണ്ടിൽ വിവേകവും യുക്തിയും സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും പൂത്തുലയുന്നു എന്ന് പറയപ്പെടുന്ന ഈ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമായിരുന്നില്ല. ജനാധിപത്യത്തിന്റെ മേൽവിലാസത്തിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നത് അതിനേക്കാൾ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് എന്ന് പറയുന്നുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡിക്ലെയർ ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആണ്. ശരിയാണ്, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അത് എല്ലാവരുടെയും ജനാധിപത്യ രാഷ്ട്രമല്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ആ മതേതരത്വത്തിന്റെ ഗുണം ഇവിടുത്തെ ബഹുഭൂരിഭാഗം ആളുകൾക്കും കിട്ടുന്നില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്, ശരിയാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഇവിടുത്തെ മഹാഭൂരിപക്ഷത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്, ശരിയായിരിക്കാം. പക്ഷേ ഇന്ത്യയിലെ 95% ആളുകൾക്കും സോഷ്യലിസത്തിന്റെ ഗുണങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നിട്ടും ഭരണഘടനയിൽ അതുണ്ട്. അത് നമ്മൾ എല്ലാവരും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഭരണഘടനയിൽ ഉണ്ടായിട്ടും ജനാധിപത്യമില്ലാത്ത, ഭരണഘടനയുണ്ടായിട്ടും മതേതരത്വം പുലരാത്ത, ഭരണഘടന ആണയിട്ടിട്ടും സ്വാതന്ത്ര്യം പുലരാത്ത, മനുഷ്യാവകാശങ്ങളില്ലാത്ത ഒരു രാജ്യം, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷെ അത് വിഷയമല്ല. കാരണം ഈ പറഞ്ഞ 95% എന്ന് പറയുന്ന ആളുകൾ ശബ്ദമില്ലാത്ത ആളുകളാണ്. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് സമ്പത്തില്ല, അവർക്ക് അധികാരമില്ല, അവർക്ക് ലീഡർഷിപ്പില്ല, നേതൃത്വങ്ങളിലില്ല. അവര് ഒരു വലിയ ജാഥയുടെ പിന്നണിയാണ്. അവര് പോളിംഗ് ബൂത്തിലേക്ക് നയിക്കപ്പെടുന്നവരും തെളിക്കപ്പെടുന്നവരുമാണ്. അവർക്ക് ലീഡർഷിപ്പില്ല. അവര് അടിമകൾക്ക് തുല്യമായിട്ടുള്ള ആളുകളാണ്. സ്വതന്ത്രം എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം അടിമത്തത്തിന്റെ സ്വാതന്ത്ര്യം എന്നാണ്. ആ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലും ആഫ്രിക്കയിലുമുള്ള ബഹുഭൂരിഭാഗം ഒരു കാലത്ത് അടിമകളായിരുന്ന ആളുകൾ അവരിന്നും അടിമകളാണ്. അവർക്കൊന്നും ഒരു തരത്തിലുള്ള മോചനവും നൽകിയിട്ടില്ല. മോചനം നൽകിയിട്ടുള്ളത് കടലാസിൽ മാത്രമാണ്. അതാണ് ഇന്ത്യയിലെ ദളിതുകളുടെ അവസ്ഥ.
ദളിതുകളുടെ അവസ്ഥ അത്യന്തം ക്രൂരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന മുസ്ലിങ്ങളും ഇന്ത്യയിലുള്ള 10-15 കോടി മുസ്ലിങ്ങൾ ഒന്നുമില്ലെങ്കിൽ മനസ്സമാധാനത്തോടുകൂടി അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാം. ദളിതുകളുടെ കാര്യം എന്താണ്? ദളിതുകളുടെ കാര്യം അന്തസ്സോടുകൂടിയുള്ള ജീവിതം വിദ്യാഭ്യാസത്തിന് ശേഷവും സമ്പത്തിന് ശേഷവും അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയിലെ വലിയ അധികാര കസേരകളിലെത്തിയ ദളിത് വിഭാഗത്തിലെ നേതാക്കന്മാരോട് പോലും ഇവിടുത്തെ വാർത്താമാധ്യമങ്ങൾ ചോദിച്ചത് നിങ്ങൾ ദളിത് പ്രസിഡന്റ് അല്ലേ എന്നായിരുന്നു. ഒരു ദളിത് പ്രസിഡന്റായപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നാണ് ബഹുമാന്യനായ യശശരീരനായ നമ്മുടെ KR നാരായണനോട് പത്രപ്രവർത്തകർ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദളിതുകളുടെ മാത്രം പ്രസിഡന്റ് അല്ല, ഞാൻ ഇന്ത്യയുടെ എല്ലാ ജനങ്ങളുടെയും പ്രസിഡന്റാണ് എന്ന് അദ്ദേഹത്തിന് വളരെ വിനീതനായി മാന്യനായി പറയേണ്ടി വന്നു. ഈ ചോദ്യം ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചിട്ടില്ല, ഈ ചോദ്യം വാജ്പേയിയോട് ചോദിച്ചിട്ടില്ല, ഈ ചോദ്യം നരേന്ദ്രമോദിയോട് ചോദിക്കുകയില്ല. പക്ഷേ ഈ ചോദ്യം KR നാരായണനോടും ഈ ചോദ്യം ഈവൻ അബ്ദുൽ കലാമിനോടും ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കാൻ എങ്ങനെ ഇന്ത്യയിലെ വാർത്താമാധ്യമങ്ങൾക്ക് എഴുത്തുകാർക്ക് സാധിക്കുന്നു എന്നതാണ് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇവിടെ ഒരു തരത്തിലുള്ള പൊതുബോധം, ഒരു പൊതുനിയമം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ രാജ്യമാണ്. ഇന്ത്യ എന്നത് അവർക്ക് ഭരിക്കാനുള്ളതാണ്. ഇവിടുത്തെ ഉദ്യോഗങ്ങൾ അവർക്ക് നിർവഹിക്കാനുള്ളതാണ്. ഇവിടുത്തെ സമ്പത്ത് അവർക്ക് കൈകാര്യം ചെയ്യാനുള്ളതാണ്. അവരുടെ ദാക്ഷിണ്യത്തിനും ദയാദാക്ഷിണ്യത്തിനും ഉദാരതയ്ക്കും സ്നേഹത്തിനും സഹാനുഭൂതിക്കും വിധേയമായിട്ട് വേണം 90% വരുന്ന മഹാഭൂരിപക്ഷത്തിന് അന്നം കിട്ടാൻ, അക്ഷരം വിദ്യാഭ്യാസം ലഭിക്കാൻ, പാർപ്പിടം കിട്ടാൻ എന്നതാണ്. അതുകൊണ്ടാണല്ലോ സെക്രട്ടേറിയറ്റിൽ കടന്നു ചെല്ലുമ്പോ ബോർഡുകൾ നിങ്ങൾ നിരനിരയായിട്ട് ബോർഡുകൾ കാണും. ചില പ്രത്യേക ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ ബോർഡുകൾ ഒന്നിച്ചു കണ്ടാലും, അനേകം നായർ എന്നെഴുതിയ ബോർഡുകൾ കണ്ടാലും എന്താ ഇത് നായന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എന്ന് ആരും ചോദിക്കൂല. എന്താ ഇങ്ങനെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഇത്രമാത്രം ഒരു പ്രത്യേക സമുദായത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടത് എന്ന് ആരും ചോദിക്കൂല. അതേസമയത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രീയ സംഘടന അധികാരത്തിൽ വന്ന് അവരുടെ കുറെ ആളുകൾ അങ്ങനെ ഈ ബോർഡും തൂക്കിയിരിക്കുമ്പോ ചോദിക്കും, എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ആ ചോദ്യം എങ്ങനെ വരുന്നതാണ്? അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് എന്നും നായർ കമ്മ്യൂണിറ്റി അങ്ങനെ അല്ല എന്നും അതൊരു പൊതു കമ്മ്യൂണിറ്റിയാണ് എന്നും ജനറൽ കമ്മ്യൂണിറ്റിയാണ് എന്നും ഉള്ള ഒരു ബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. 1-2 മിനിസ്റ്റേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ആ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എന്നാണ് പറയുന്നത്. എന്തിനാ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് മന്ത്രിസഭയിൽ ഒരു പ്രാതിനിധ്യം? ഇവിടുത്തെ ഹിന്ദുവിനില്ലാത്ത, ക്രിസ്ത്യാനിക്കില്ലാത്ത ഒരു പ്രാതിനിധ്യം. പക്ഷെ മുസ്ലിമിനും ദളിതിനും പ്രത്യേകമായിട്ടുള്ള പ്രാതിനിധ്യമാണ്. അങ്ങനെ രണ്ടാളുകൾ വെച്ചാൽ അവർ വരുന്നത് അവരുടെ കഴിവ് കൊണ്ടല്ല, അവരെ പ്രത്യേകം പരിഗണിച്ചു വെക്കുന്നതാണ്. അവരിൽപ്പെട്ട അനേകം കഴിവുണ്ടെങ്കിലും അങ്ങനെയാണ്. CH മുഹമ്മദ് കോയ മുസ്ലിം മുഖ്യമന്ത്രിയാ. EMS നമ്പൂതിരിപ്പാട് ഹിന്ദു മുഖ്യമന്ത്രി അല്ല. K കരുണാകരൻ ഹിന്ദു മുഖ്യമന്ത്രി അല്ല. CH മുഹമ്മദ് കോയ ഒന്നാമത്തെ മുസ്ലിം മുഖ്യമന്ത്രിയാണ്. ഈ വിശേഷണം എന്തുകൊണ്ട് മറുഭാഗത്ത് പറയാൻ നമുക്ക് തോന്നുന്നില്ല? തോന്നാതിരിക്കാൻ കാരണം അവര് പൊതുവാണ്, മറ്റുള്ളവര് സാമുദായികമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ തരത്തിൽ എല്ലാവരെയും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് കൈവെക്കേണ്ടത്, ഇവിടെയാണ് പ്രവർത്തിക്കേണ്ടത്. ഈ ധാരണകളാണ് തിരുത്തപ്പെടേണ്ടത്, ഈ ധാരണകളെയാണ് പൊളിച്ചെടുക്കേണ്ടത്. ഇന്ത്യയിൽ അവൻ ഹിന്ദു ആകട്ടെ, ക്രൈസ്തവനാകട്ടെ, മുസ്ലിം ആവട്ടെ, സിഖുകാരനാവട്ടെ, ബുദ്ധിസ്റ്റ് ആവട്ടെ, മതമുള്ളവനാവട്ടെ, ഇല്ലാത്തവനാവട്ടെ, ദളിതാവട്ടെ, സവർണനാവട്ടെ, ആരാവട്ടെ, they are equal. എല്ലാവരും തുല്യരാണ് എന്ന് പറയാനാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്.
അത് ഈ രാജ്യം പഠിച്ചിട്ടില്ല, ഇവിടുത്തെ ഭരണാധികാരികൾ പഠിച്ചിട്ടില്ല, ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ പഠിച്ചിട്ടില്ല, ഇവിടുത്തെ എഴുത്തുകാര് പഠിച്ചിട്ടില്ല. ഏറ്റവും സെക്കുലർ എന്ന് നമ്മൾ പറയുന്ന ആളുകളുടെ വരെ കഥ അവിടെയാണ് കിടക്കുന്നത്. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വലിയ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. അയാളെ വലിപ്പത്തെ സംബന്ധിച്ചൊന്നും ആർക്കും സംശയമല്ല. പക്ഷേ ഏത് സന്ദർഭത്തിലും അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ആളുകളുടെ പാഠപുസ്തകങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബഷീറിൻ്റെത് വന്നപ്പോൾ വലിയ കോലാഹലങ്ങൾ ഉണ്ടായി. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയയെ കണ്ടപ്പോ ബഷീർ ചോദിച്ചു, എന്തപ്പത്ര വലിയ വിവാദം ഉണ്ടാകാനുള്ള കാരണം? കമ്മ്യൂണിസ്റ്റുകൾ എന്തിനാ എന്റെ ബുക്കിനെ എതിർക്കുന്നത്? അപ്പൊ CH പറഞ്ഞു, അവരത് വായിച്ചിട്ട് തന്നെ. എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു. വായിച്ച് നല്ല മനസ്സിലാക്കി, നിങ്ങൾ ദൈവത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ അതിൽ പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതുകൊണ്ട് അവരെതിർക്കും. ശരി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കോൺഗ്രസ്സുകാരെ പല്ലല്ലോ എതിർക്കുന്നത്? അവരും എതിർക്കുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ മനസ്സിലായിട്ടില്ല എന്നും, അവർക്ക് വേണ്ടത്ര തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ടായിരിക്കുന്നത്. പിന്നെ തമാശക്ക് CH സ്വന്തം സമുദായത്തെയും കൊട്ടി. അന്നത് കൊട്ടാമായിരുന്നു, ഇന്ന് അതിന് വലിയ സാങ്കത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. മുസ്ലിങ്ങളിൽപ്പെട്ട കുറെ ആളുകളും അതിനെ എതിർക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ CH പറഞ്ഞു, അത് വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. തമാശയിൽ പറഞ്ഞതാണ്. നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രഗത്ഭനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ കടന്നുപോയവനാണ്. അയാളൊരു പൊതു സാഹിത്യകാരനായിരുന്നില്ല എന്നതാണ്. അപ്പൊ ഈ തരത്തിൽ ആണ് ഇതിനെ അരികുവൽക്കരണം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ചരിത്രത്തിലുടനീളം സംഭവിച്ചത് അതാണ്. ഇങ്ങനെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആശയം ഇതിനെ ജനകീയവൽക്കരിച്ചുകൊണ്ട് നേരിടുക എന്നതാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഫാഷിസം മുസ്ലിങ്ങളുടെ മാത്രം ഭീഷണിയല്ല. ഫാഷിസം മുസ്ലിങ്ങൾ മാത്രം നേരിടുന്ന അപകടമല്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ധാരണ BJPയെ തോൽപ്പിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ഫർദ് അയിനായിട്ടുള്ള, ഫർദ് കിഫായായിട്ടുള്ള ബാധ്യതയാണ് എന്നാണ്. മുസ്ലിങ്ങളുടെ വോട്ട് BJPയെ തോൽപ്പിക്കാൻ എന്താ ഹിന്ദുവിന്റെ വോട്ട് വേണ്ടേ? ക്രിസ്ത്യാനിയുടെ വോട്ട് വേണ്ടേ? ദളിതന്റെ വോട്ട് വേണ്ടേ? ഇടതുപക്ഷക്കാരന്റെ വോട്ട് വേണ്ടേ? BJPയെ തോൽപ്പിക്കേണ്ട ചുമതല, ഉത്തരവാദിത്തം മുസ്ലിങ്ങൾക്കാണ്. ഇവരുടെ വർത്തമാനങ്ങൾ കേട്ടാൽ തോന്നുക അങ്ങനെയാണ്. അങ്ങനെ ഒന്നില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു BJP ഭീഷണിയോ ഫാഷിസ്റ്റ് ഭീഷണിയോ ഇല്ല. തത്തുല്യമായിട്ടുള്ള ഭീഷണി ഇവിടുത്തെ ദളിതുകൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആത്മനിന്ദാപരമായിട്ടുള്ള അല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന തരത്തിലുള്ള അന്തസ്സിനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ഭീഷണിയും ഫാഷിസ്റ്റുകളിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി നേരിടുന്നില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി ജീവിക്കുന്നതും മരിക്കുന്നതും അഭിമാനത്തോടു കൂടിയാണ്. അവർക്ക് അതിന് മാത്രം വലിയൊരു ആദർശമുണ്ട്. ഇതല്ല നമ്മുടെ ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സഹോദരന്മാരുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും നിന്ദിതരായി പീഡിതരായി മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവര്. മഹാഭൂരിപക്ഷം വരുന്ന ദളിത് കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി ഇതിന്റെ ഇരയാണ്. പിന്നോക്ക സമുദായങ്ങൾ ഇതിന്റെ ഇരയാണ്. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനത ഇതിന്റെ ഇരയാണ്. ഇത് വേണ്ടത്ര നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ല, ഇടതുപക്ഷം മനസ്സിലാക്കിയിട്ടുള്ള ബുദ്ധിയുണ്ട് എന്ന്, വിവേകമുണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്ന ഇടതുപക്ഷക്കാരൻ കോൺഗ്രസിനെ പോലും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഗുജറാത്തിൽ 6ാം തവണയും നരമേധം നടത്തിയ നരേന്ദ്രമോദിയും കൂട്ടരും അധികാരത്തിലെത്തിയത്. ജനങ്ങൾ എത്ര ഇടങ്ങാറായിട്ട് എന്താ കാര്യം? ജനങ്ങൾ അവർ കൊടുത്ത കോടിക്കണക്കിൽ പൈസയുടെ ഇടയിലൂടെ അവർ നടത്തിയ ഭീഷണിക്ക് മറികടന്നുകൊണ്ട് ജനങ്ങൾ BJPക്കെതിരെ വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത്രയെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ആ ജനങ്ങൾ കാണിച്ച വിവേകം ഇടതുപക്ഷം കാണിച്ചിട്ടില്ല, കോൺഗ്രസ് കാണിച്ചിട്ടില്ല, ആം ആദ്മി പാർട്ടി കാണിച്ചിട്ടില്ല.
ഒരു പാർട്ടിയും കാണിച്ചിട്ടില്ല. അവരൊക്കെ ചേരിച്ചിരുന്ന് മത്സരിക്കാനാണ് ശ്രമിച്ചത്. കോൺഗ്രസ് ആണ് കുറച്ചെങ്കിലും കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് ഒന്നിച്ച് നേരിടാൻ വേണ്ടി ശ്രമിച്ചത്. 16 സീറ്റുകളിൽ ഇവരൊക്കെ ഒരുമിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു. 16 സീറ്റുകളിൽ ജയിച്ചിരുന്നുവെങ്കിൽ BJPക്ക് അവിടെ ഭരണം നഷ്ടപ്പെടുമായിരുന്നു. അത് ഇടതുപക്ഷത്തിന്റെ ബുദ്ധികേട് കൊണ്ട് സംഭവിച്ചതാണ്. ആം ആദ്മി പാർട്ടിയുടെ ബുദ്ധിശൂന്യത കൊണ്ട് സംഭവിച്ചതാണ്. ഇത് ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള കാര്യമാണ്. പല സംസ്ഥാനങ്ങളിലും ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടൊക്കെ തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ പ്രശ്നമായി. ഇവർക്ക് ആർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. എന്താണ് ഇടതുപക്ഷത്തിൽ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ ഫാഷിസം അതിന്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള അവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു കാലത്ത് നരേന്ദ്രമോദി വാളെടുത്ത് വെളിച്ചപ്പാട് നടത്തി സകല മനുഷ്യരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഭരണകൂടം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ആ കാലത്ത് ഈ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്താ? കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കാമോ ഇല്ലേ എന്ന്, കോൺഗ്രസിനെ അങ്ങോട്ട് പിന്തുണക്കാമോ ഇല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം BJPക്കെതിരെ കോൺഗ്രസിനെ പിന്തുണക്കാമോ ഇല്ലേ എന്നാണ്. കോൺഗ്രസ് ഓർ BJP എന്ന് പറയുമ്പോൾ BJP എന്നാണ് CPM അവിടെ പറയുന്നത്. CPM-ന്റെ ശക്തി എത്രത്തോളമുണ്ട്, ഏതെല്ലാം സംസ്ഥാനത്തുണ്ട്? അപ്പൊ ഇത് അവർക്കൊരു ബേജാറുള്ള വിഷയമേ അല്ല. സീതാറാം യെച്ചൂരി എന്ന അവരുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് അദ്ദേഹത്തെ രാജ്യസഭയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരവസരം കിട്ടിയപ്പോ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അങ്ങോട്ടെത്തണ്ട, അങ്ങോട്ടെത്തിയിട്ട് BJPക്കെതിരെ സംസാരിക്കണ്ട, കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സംസാരിക്കണ്ട. കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ പാർലമെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? രാജ്യസഭയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേരളം ത്രിപുര വിട്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ നിസ്സഹായരായിട്ട് ഈ BJP എന്ന സിംഹത്തിന് മുമ്പിൽ, പണ്ട് ഒറ്റയായിട്ട് മൃഗങ്ങൾ പോയില്ലേ സിംഹത്തിന് മുമ്പിലേക്ക്, അതുപോലെ പോവുക. കോൺഗ്രസ് 4 ആള് പോവുക, ഈ ഇടതുപക്ഷം 2 ആള് പോവുക, ആം ആദ്മി പാർട്ടി 1 or 2 ആയിട്ട് പോവുക. ഓരോരുത്തരും പിടിച്ചിങ്ങനെ വലിച്ചു തിന്നാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്ക്, സിമ്പിളായിട്ടുള്ള ഒരു യുക്തി, കോമൺ സെൻസ് എന്ന് പറയും, അതില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിലുള്ളത്. അത് അങ്ങനെ അറിവില്ലായ്മ കൊണ്ടുണ്ടായതാണ് എന്ന് കരുതാൻ മാത്രം വിവരക്കേട് ഞങ്ങൾക്ക് ആർക്കുമില്ല. അത് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ അമരത്തിരിക്കുന്ന ആളുകൾ ഒരു കൂട്ടര് തന്നെയാണ്. ഭരിക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് പാർട്ടി വ്യത്യാസമല്ല, ഈ ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ് അവർക്ക് പ്രധാനം. ഈ ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇതുവരെ അധികാരത്തിലില്ലാത്ത ആളുകൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തൊരു മുറുമുറുപ്പാണെന്നറിയാമോ? എന്തൊരു മുറുമുറുപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അവര് പറ്റുമോ? അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കൊടുക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിമിന് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് കൊടുക്കാൻ പറ്റുമോ? പിന്നെ അതാരാ കൈകാര്യം ചെയ്യേണ്ടത്? അതാരാ അവർക്കറിയാം. ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംസ്കാരം ഇവിടെയുണ്ട്. ആ സംസ്കാരം ഇവരെല്ലാവരും പങ്കിട്ടെടുക്കുന്നു എന്നതാണ്. ആദ്യം ഫാഷിസ്റ്റ് വിരോധം ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ, ഫാഷിസം ഒരു വലിയ വിപത്താണ് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ഒന്നിച്ചു നിൽക്കാൻ പഠിക്കണം. ഒന്നിച്ചു നിൽക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ഫാഷിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നത് കാപ്പട്യം മാത്രമാണ്. അത്രമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്തും പ്രശ്നങ്ങൾ, അനൈക്യം ഈ വിഷയത്തിൽ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ വന്നിട്ടുള്ളതാണ്. കമ്മ്യൂണിറ്റി അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഐക്യപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിരിക്കും അത്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഒരു സമ്മേളനത്തിൽ, ഒരു വലിയ മുസ്ലിം സംഘടനയുടെ സമ്മേളനത്തിൽ മറ്റൊരു മുസ്ലിം സംഘടനയുടെ നേതാക്കന്മാര് വന്നപ്പോ ഈ കൗമിൽ മുഴുവൻ സന്തോഷിച്ചു. എല്ലാവരും സന്തോഷിക്കുകയായിരുന്നു. സുന്നി മുസ്ലിം മുജാഹിദും എല്ലാവരും, ജമാഅത്തെ ഇസ്ലാമിക്കാരനും തബ്ലീഗുകാരനും ഒക്കെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു.
അവരെയെങ്കിലും വിളിച്ചല്ലോ എന്നുള്ളത്. വേറെ കുറെ ആളുകൾ വിളിച്ചിട്ടില്ല, നാളെ അവരെ വിളിച്ചോളും. അപ്പൊ ഡെവലപ്മെന്റ് ഉണ്ട് എന്ന തരത്തിലാണ് നമ്മൾ. എന്താ തീരുമാനിച്ച് ഇവിടെ നടന്നത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്താ ഈ തലക്കകത്തൊക്കെ ഉള്ളത്? ഇത്രമാത്രം വലിയ ഒരു ഭീഷണിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ചർച്ചയാണ് വളരെ ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള അനൈക്യമാണ്. ഇത് ആത്മാർത്ഥമായിട്ട് മനസ്സിനകത്ത് നിന്ന് വരുന്ന അനൈക്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിശ്വാസിക്കത് സാധ്യമല്ല, ഒരു വിശ്വാസിക്കതിന് സാധ്യമല്ല എന്നതാണ്. സുന്നിയായിക്കൊണ്ടും മുജാഹിദായിക്കൊണ്ടും ജമാഅത്തെ ഇസ്ലാമിയായിക്കൊണ്ടും തന്നെ ഒന്നിച്ചു നിൽക്കാൻ അവർക്ക് കഴിയും. അതിന് കഴിയാത്തത് ഇതിന്റെ നേതാക്കന്മാർക്ക് മാത്രമാണ്. ആ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ വേറെയാണ്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ പോഷക സംഘടനകൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കല്ല അടിവരയിടുന്നത്, ഐക്യത്തിനാണ് അടിവരയിടുന്നത്. ഞങ്ങൾ കോംപ്രമൈസിന് തയ്യാറാണ്, ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ പരാജയപ്പെടാനും തയ്യാറാണ്. പരാജയപ്പെടുക എന്നത് ഞാൻ ഇൻവെർട്ടഡ് കോമയിലാടുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ പരാജയമാണെങ്കിൽ ഞങ്ങൾക്ക് സർവശക്തരായ അള്ളാഹുവിന്റെ മുമ്പിൽ അത് വിജയമാണ്. ആ തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ഫാഷിസ്റ്റുകളോട്, ഇവിടുത്തെ ഏകാധിപതികളോട്, ഇവിടുത്തെ മനുഷ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരെ, മീഡിയ കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ മീഡിയ കൊണ്ട് പൊരുതാൻ ചെറിയ തോതിലുള്ള ത്യാഗങ്ങളല്ല ഈ പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തകരും വഹിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ആ പിന്തുണ കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ സമുദായം ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ ഈ മീഡിയ ഉണർന്ന് പ്രവർത്തിച്ചതിന് നിങ്ങൾ നൽകിയ നന്ദിയാണ് ആ പിന്തുണ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ ഞാൻ വീണ്ടും എനിക്ക് ഓർമ്മ വരികയാണ് ഒരു കാര്യം. ഈ മീഡിയയെ കുറിച്ച് എന്താ പറയുന്നത്? അത് മുസ്ലിം മീഡിയയാണ്. മുസ്ലിം പത്രം, മുസ്ലിം ചാനൽ. മലയാള മനോരമ ക്രിസ്ത്യൻ ചാനൽ പത്രമല്ല. മനോരമ ചാനൽ ക്രിസ്ത്യൻ ചാനലല്ല. മാതൃഭൂമി ഹിന്ദു പത്രമല്ല. മാതൃഭൂമി ചാനൽ ഹിന്ദു ചാനലല്ല. പക്ഷേ ചന്ദ്രികയും മാധ്യമവും മുസ്ലിം പത്രങ്ങളാണ്. അവകാശം അംഗീകരിച്ചു തരുന്ന വളരെ നല്ല അംഗീകാരമാണ്. അവകാശമാണ്, അതെങ്കിലും അംഗീകരിച്ചു തരുന്നുണ്ട്. വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. അതാണ് നിങ്ങളെ കോർണർ ചെയ്യുക എന്ന് പറയുന്നതിനർത്ഥം, ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനർത്ഥം. ചെറുപ്പക്കാരായ ഈ സദസ്സിലുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ചെറുത്തുനിൽപ്പിന്റെ ഒന്നാമത്തെ പാഠം ഈ ലിമിറ്റേഷൻ, ഈ കോർണറിംഗ് അംഗീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കലാണ്. അംഗീകരിക്കരുത്. അങ്ങനെ കോർണർ ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ ഈ സമൂഹത്തിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നമുക്കതിന് അവകാശങ്ങളുണ്ട്, നമുക്കതിന് അധികാരങ്ങളുണ്ട്. ആ തരത്തിലേക്കാണ് ഈ ദളിത് കമ്മ്യൂണിറ്റിയിലെ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ, അരികുവൽക്കരിക്കപ്പെട്ട മുഴുവൻ കമ്മ്യൂണിറ്റികളിലെയും ആളുകളെ വളർത്തി, ചെറുപ്പക്കാരെ വളർത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ മാത്രം സ്വത്തല്ല, നിങ്ങൾ മനുഷ്യവർഗത്തിന്റെ സ്വത്താണ്. നിങ്ങൾ മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള സമൂഹമാണ്. ഇത് ഇസ്ലാമിന്റെ ബാലപാഠമാണ്. ഇസ്ലാമിന്റെ ആ ബാലപാഠം, അതാണ് ഫാഷിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാഷിസം ജനങ്ങളെ ചേരിതിരിക്കുന്നു. ഇന്ത്യയിലുള്ളത് ഇനിക്വാളിറ്റി, അസമത്വം, ജാതീയത. ആ ജാതീയത എന്ന് പറയുന്നതോ ക്രൂരമായിട്ടുള്ള ഗ്രേഡഡ് ഇനിക്വാലിറ്റി, തട്ടുതിരിച്ച, ശ്രേണി തിരിച്ചിട്ടുള്ള ജാതീയത. നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇവിടുത്തെ വലിയ വലിയ എഴുത്തുകാർക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അവർക്ക് അതിൽ യാതൊരു തരത്തിലുള്ള അസംതൃപ്തിയുമില്ല. ഭരണഘടന പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും ഈക്വൽ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പുലരുന്നത്, കല്യാണ പന്തലിൽ പുലരുന്നത്, മരണസ്ഥലത്ത് പുലരുന്നത്, ശ്മശാനത്തിൽ പുലരുന്നത്, ഹോട്ടലിൽ പുലരുന്നത് ആ ഈക്വാലിറ്റി അല്ല, ഇനിക്വാലിറ്റിയാണ്. ഇനിക്വാലിറ്റിക്കകത്തുള്ള ഇനിക്വാലിറ്റിയാണ്.
വളരെ ക്രൂരമായിട്ടുള്ള ഇനിക്വാലിറ്റി. അതിനെ പൊളിച്ചെഴുതണം. മഹാനായ അംബേദ്കർ അതിനുശേഷം അങ്ങനെ ഒരു അത്രയും ഡൈമെൻഷനുള്ള അത്രയും ഫോഴ്സ് ഉള്ള ഒരു ലീഡർ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളർന്നു വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ സമ്മതമില്ലാതെ ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചു, പക്ഷേ ഞാനൊരു ഹിന്ദുവായിട്ട് ഒരിക്കലും മരിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ്. ദളിതുകളെയൊക്കെ അങ്ങോട്ട് വാരിക്കൂട്ടി ഹിന്ദുവാക്കിയിട്ട് എല്ലാവരെയും ചേർത്ത് കൊടുക്കും. ആ വിവേചനം അനുഭവിച്ചതിന്റെ ഫലമായിട്ട് ക്രൂരമായിട്ടുള്ള വിവേചനം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ചത് എന്റെ സമ്മതമില്ലാതെയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചു, ഞാൻ മരിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല എന്ന്. അതാണ് മതപരിവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മതപരിവർത്തനം ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ അധികവും ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് പരലോകം പ്രതീക്ഷിച്ചിട്ടല്ല, ഇഹലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഹലോകത്തിന് വേണ്ടിയിട്ടാണ്, ഇവിടെ മനുഷ്യനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലാതെ പരലോകത്ത് നരകത്തെ പേടിച്ചിട്ടോ സ്വർഗത്തെ കാക്ഷിച്ചിട്ടോ ഒന്നുമല്ല. ഈ രാജ്യത്ത് മാന്യമായിട്ട് ജീവിക്കണം, ഇത്ര മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് നിഷേധിക്കുന്നു. എന്താ നിഷേധിക്കുന്നതിന്റെ കാരണം? നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ പറ്റൂ. നിങ്ങളെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ്. നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലാണ് വല്ലതും കിട്ടാൻ പോകുന്നത്. നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വലിയൊരാളുണ്ടല്ലോ, MP ആണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ പറയാ, അടുത്ത ജന്മത്തില് ഒരു പൂണൂലിട്ടുള്ള ബ്രാഹ്മണനായിട്ട് ജനിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന്. വല്ലാത്തൊരാഗ്രഹമാണ്. അടുത്ത ജന്മത്തിൽ ഒരു പൂണൂലിട്ടിട്ട് ജനിക്കാനാണ് എനിക്ക് ആഗ്രഹം. എന്തിന്റെ കുറവാണ് ഈ സുരേഷ് ഗോപിക്കുള്ളത്? പൈസല്ലേ? പ്രതാപമില്ലേ? ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമില്ലേ? ഒരു സ്റ്റാർ ആയിരുന്നില്ലേ അദ്ദേഹം? അങ്ങനെയുള്ള ഒരാൾക്ക് ഈ കുറവ് പൂണൂലിട്ട് കണ്ട് ജനിച്ചാലുള്ള ഒരു തരം അനുഭൂതി കിട്ടാനുണ്ട്. അതാണ് വേണ്ടത്. ഇതാണ് മനോഭാവം എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ ദളിത് കമ്മ്യൂണിറ്റിയെ കുറിച്ച്, കോടാനുകോടി ദളിത് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പിന്നോക്ക സമൂഹത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അവിടെയാണ് മതസ്വാതന്ത്ര്യത്തിന്റെ, അവിടെയാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ, അവിടെയാണ് മതപരിവർത്തന സ്വാതന്ത്ര്യത്തിന്റെ, അവിടെയാണ് മതപ്രബോധന സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം, പ്രസക്തി കിടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരന് കോൺഗ്രസുകാരനാകാമെങ്കിൽ, കോൺഗ്രസുകാരന് കമ്മ്യൂണിസ്റ്റ് ആകാമെങ്കിൽ, രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളാവാമെങ്കിൽ, പ്രത്യയശാസ്ത്രങ്ങളിൽ മാറ്റങ്ങളാവാമെങ്കിൽ, മതത്തിൽ മാത്രം മാറ്റങ്ങളാവാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കാൻ ആർക്കെന്താണ് അധികാരം? മുസ്ലിങ്ങൾക്ക് ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ബേജാറുമില്ല. അങ്ങോട്ടും പോയിക്കോട്ടെ, ഇങ്ങോട്ടും വന്നോട്ടെ. കുറെ പോകേണ്ട ആളുകൾ ഇവിടെ ഉണ്ടാകും, പോകണം. പോകുന്നതിന് ആരും ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല, വരുന്നതിനും ആരും എതിർപ്പ് പറയുന്നില്ല. ഇത് മനുഷ്യൻ അവനവന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. അടിസ്ഥാനങ്ങളിൽ അടിസ്ഥാനം. ലോകത്തൊരു ഭരണഘടനയും ഇതുപോലൊരു സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. മഹാനായ പ്രവാചകനോട് വരെ നോ കമ്പൽഷൻ, ലാ ഇക്റാഹ. ഒരു തരത്തിലുള്ള ഒരു നിർബന്ധവും ഇതിൽ പാടില്ല. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ അവിശ്വസിക്കട്ടെ. വിശ്വാസം ഇഷ്ടത്തിന്റെ പ്രശ്നമാണ്, ഇഷ്ടത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ഇതാ പറഞ്ഞത്. ഇതിനേക്കാൾ അപ്പുറത്തിന് അത് പറയാനില്ല. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറെ പോകും, കുറെ ഇങ്ങോട്ട് വരും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തേ ഇപ്പൊ മാത്രം ഇത് വിഷയമാകുന്നതിന്റെ കാര്യം എന്താ? ഇവിടെ ഇതിനു മുമ്പ് മതപരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, അങ്ങോട്ടും പോയിട്ടുണ്ട്, ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് വിഷയാക്കി എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നിർത്തുകയാണ്. ഒരേ ഒരു കാര്യം, മതപരിവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിർത്താൻ പോകുന്നു, നിരോധിക്കാൻ പോകുന്നു. അത് നിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹാദിയ വിഷയവുമൊക്കെ ഇത്രമാത്രം വലിയ വിഷയങ്ങളായിട്ട് മാറിയത് അതുകൊണ്ടാണ്. അലിവരില്ല, താമസം വിന ഇവിടെ വരാൻ പോകുന്നത് ഒരു നിയമമാണ്. മതപരിവർത്തനം നിരോധിക്കുന്നു. അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തണമെങ്കിൽ അസാധ്യമായിട്ടുള്ള കടമ്പകൾ കടന്നതിന് ശേഷം മാത്രമായിരിക്കും അത് സാധിക്കുകയില്ല. എന്തിനാണ് നിരോധിക്കുന്നത്? ഈ തട്ടുകൾ ഇവിടെ നിലനിൽക്കണം, ഈ ദളിത് ഇവിടെ നിലനിൽക്കണം. അനേകം ദളിതുകൾ, 3000 ജാതികൾ അവരുടെ കാലിൽ ചവിട്ടി, ചുമലിൽ ചവിട്ടി, തലയിൽ ചവിട്ടി ഇവിടെ വരിക്കണം. അത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.
അതിനെയാണ് ശക്തമായിട്ട് ചോദ്യം ചെയ്യേണ്ടത്. അവിടെയാണ് ജനങ്ങളെ സംഘടിപ്പിക്കേണ്ടത്. ഇവിടെ ഒരേ ഒരു ശത്രുവേ ഈ രാജ്യത്തുള്ളൂ, അത് ഫാഷിസ്റ്റുകളാണ്. ഇന്നത്തെ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയം യുക്തിയുള്ള ബുദ്ധിയുടെ കോമൺ സെൻസിന്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. ഫാഷിസ്റ്റുകളാണ്. ഫാഷിസ്റ്റുകൾക്കെതിരെ മുഴുവൻ ആളുകൾ ഒരുമിച്ച് നിൽക്കണം. കോൺഗ്രസ് നിൽക്കണം, കമ്മ്യൂണിസ്റ്റുകൾ നിൽക്കണം, മുസ്ലിം ലീഗുകാർ നിൽക്കണം, കേരള കോൺഗ്രസുകാർ നിൽക്കണം, മായാവതി നിൽക്കണം, തൃണമൂൽ കോൺഗ്രസ് നിൽക്കണം. ഈ പിന്നെ നമ്മുടെ അടുത്ത സംസ്ഥാനത്തിലുള്ള DMK കക്ഷികളൊക്കെ നിൽക്കണം. കാരണം ഫാഷിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, മനുഷ്യവർഗത്തിന്റെ, മനുഷ്യത്വത്തിന്റെ ശത്രുക്കളാണ്. അവർക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ കാപട്യമാണ് അവിടെ വെളിപ്പെടുന്നത്. അധികകാലം ഈ കാപട്യം വെളിപ്പെടുത്തി നടക്കരുത് എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾക്ക് നടത്താനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യവർഗത്തിന്റെ ഒന്നിച്ചുള്ള അതിനു പറ്റിയ ആദർശം നമ്മുടെ കയ്യിലുണ്ട്. ആദം ഹവ്വ അതിൽ നിന്നുണ്ടായതാണ്. ഈ പറഞ്ഞ ദളിതും, ഈ പറഞ്ഞ ബ്രാഹ്മണനും, ഈ പറഞ്ഞ ഹിന്ദുവും, മുസ്ലിമും ക്രിസ്ത്യാനിയും ഈക്വൽ, ശക്തമായിട്ട് അത് പറയാൻ കഴിയും. തുല്യരാണ്. ആരുമാരുടെയും മീതയല്ല, ആരുമാരുടെയും താഴെയല്ല. ശക്തമായിട്ടത് പറയണം. ഈ രാജ്യത്ത് ശക്തമായിട്ടത് പറയണം. ഓരോ തെരുവിലും പറയണം. അത് പറയുമ്പോൾ ഈ രാജ്യത്ത് പ്രകമ്പനമുണ്ടാവും, ഈ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. ഈ രാജ്യത്തെ ജനതയ്ക്ക് ആ സന്ദേശം ആവശ്യമാണ്. ഈ രാജ്യത്തെ ജനതയ്ക്ക് ഈ സന്ദേശം ആവശ്യമാണ്. ഈക്വാലിറ്റിയുടെ, മനുഷ്യത്വത്തിന്റെ സന്ദേശം ആവശ്യമാണ്. ആ സന്ദേശത്തിന്റെ പ്രചാരണത്തിലൂടെയാണ് ഫാഷിസത്തെ എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദ വാനാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.